ഇതാണ് പൂന്തുറ സിറാജിൻ്റെ പണിയെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഗഫൂർ പുതുപ്പാടി പറഞ്ഞു പൂന്തുറ സിറാജ് ഉസ്താദ് അങ്ങണ്ട് ജയിലിൽ കയറിയ പിന്നെ പിരിവ് സത്യമായില്ലേ? ഇപ്പം ആരാ കൂട്ടത്തിലുള്ളത്? തെരഞ്ഞെടുപ്പിൽ തോൽവികൾ ഇങ്ങനെ അറിയുന്നു എന്ന് കണ്ടപ്പോൾ പൂന്തുറ സിറാജ് അന്ന് ബോധം കെട്ടതാ. 2 ദിവസം കഴിഞ്ഞ് ഓർമ്മ വെച്ചപ്പോൾ ആദ്യം പറഞ്ഞത് കിമ്മാനെ കാണണം എന്നല്ല, എനിക്ക് മുസ്ലിം ലീഗിൽ ചേരണം എന്നാ. മുസ്ലിം ലീഗിൽ ഞാൻ സഹായിക്കാം, മുസ്ലിം ലീഗുമായി നീക്കുപോക്കുണ്ടാക്കാം. ആരാ മുസ്ലിം ലീഗുമായിട്ട് നീക്കുപോക്കുണ്ടാക്കണേ? ചെരുപ്പ് കുത്തി MA യൂസുഫ് അലിനോട് പറയാം ഞാൻ ഒരു പാർട്ട്ണർഷിപ്പ് ചേരട്ടെ എന്ന്. ചെരുപ്പ് കുത്തി എവിടെ കേൾക്കണേ? യൂസുഫ് അലി എവിടെ കേൾക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അഹമ്മദിൻ്റെ ലീഗിനോട് ഞങ്ങൾ സംസാരിക്കണം. അഹമ്മദിൻ്റെ ലീഗ് അറബി ലീഗിലെത്തി. PDP ഇപ്പോഴും പീഡിക്കത്തിണ്ണയില്ല. അറിയോ? അഹമ്മദ് ഐക്യരാഷ്ട്ര സഭയുടെ നടുത്തളത്തിലാണ്. പൂന്തുറ സിറാജ് ഇപ്പോഴും ഗ്രാമസഭയുടെ നടുവിലേക്ക് എത്തിയിട്ടുണ്ടോ? ചുടാപ്പിക്കാരെ കേട്ടോ? റാബിത്തത്തുൽ ആലമിലെ ലോക മുസ്ലിം സമ്മേളനത്തിലാണ് അഹമ്മദ് പ്രസംഗിക്കുന്നത്. നിനക്ക് ഇപ്പോഴും മഹലിൻ്റെ ജനറൽ ബോഡിയിൽ പുല്ലുവായൻ്റെ തക്കത്തിരിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളെ കണ്ട് പഠിക്ക്. TK ഹംസ വളരെ ചെറുതാക്കി പറഞ്ഞിരുന്നു. TK ഹംസ ഉച്ചക്ക് ചെങ്കൊടി പിടിച്ച് മഞ്ചേരി അങ്ങാടിയിൽ കോന്തനായി നിൽക്കുമ്പോൾ അഹമ്മദ് ഐക്യരാഷ്ട്രസഭയിൽ ഉച്ചകോടിക്ക് കോപ്പൻഹേഗിലാണ്. അത്രയും വലിയൊരു പാർട്ടിയായി ഞങ്ങൾ വന്നു. ആളെണ്ണല്ല ഉള്ളത് കുറുന്നനെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ മനോഹരാക്കി അല്ലേ? അഹമ്മദിനെയാണ് ആര് വെല്ലുവിളിക്കുന്നത്? പൂന്തുറ സിറാജ് ഒരു തവണ നിങ്ങൾ കേട്ടിട്ടില്ലേ? അഹമ്മദിനെ ഞാൻ വെല്ലുവിളിക്കുന്നു, പൊന്നാനിയിൽ ഇന്നേറ്റ് മത്സരിക്കാൻ ധൈര്യം ഉണ്ടോന്ന് പിണറായി ഇരിക്കുമ്പോൾ കുറ്റിപ്പുറത്തുനിന്ന്. ആരാ പൂന്തുറ സിറാജ്? ഈ സമുദായത്തിൻ്റെ അന്നം തിന്ന് കുരുവാക്കിയ അബ്ദുൽ നാസർ മഅദനിയുടെ അന്നത്തിന് എരിവും പുളിയും ഉണ്ടോ എന്ന് നോക്കുന്ന മാത്രം ഡ്യൂട്ടി എൻ്റെ അഹമ്മദ് സാഹിബിനോ? കേട്ടോ, ഐക്യരാഷ്ട്രസഭയിൽ, സാർക്ക് ഉച്ചകോടിയിൽ, അറബ് ലീഗിൽ, റാബിത്തത്തുൽ ആലമിൽ, അറഫ മൈതാനിയിൽ എന്തിന് 15 കോടി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ 5 തവണ കഅബാലയത്തിൻ്റെ അകത്ത് കയറാൻ ഭാഗ്യം സിദ്ധിച്ച ഏക ഇന്ത്യക്കാരൻ, ഖാദിമുൽ ഹറമൈനിയുടെ കൂടെ കഅബത്തിൻ്റെ ഉള്ളിൽ കയറാൻ ഭാഗ്യം സിദ്ധിച്ച ഏക ഇന്ത്യക്കാരൻ. ലോകത്ത് തിളങ്ങണ അഹമ്മദിനെയാണ് ഇവൻ വെല്ലുവിളിക്കുന്നത്. ലോക ബോക്സിംഗ് ചാമ്പ്യനെ വെല്ലുവിളിക്കുക. വാതരോഗി, അതും ഒരു TB രോഗം ബാധിച്ച ഒരു വാതരോഗി. നിങ്ങൾ ആലോചിക്കണം. ഞങ്ങളെ കണ്ട് പഠിക്കുക. അഹമ്മദിൻ്റെ പാർട്ടിയുടെ വോട്ടെണ്ണുന്നത് കണ്ടപ്പോൾ ഇവരുടെ കണ്ണ് തെള്ളിപ്പോയി. എന്നാ ദേശാഭിമാനിയോ മാറ്റിട്ട് പാർട്ടിയോ പിണറായിയോ അവരുടെ ചാനലോ ഈ കാര്യം പറയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വോട്ടിങ്ങനെ എണ്ണുമ്പോൾ എല്ലാ സ്ഥലത്തും മുസ്ലിം ലീഗിന് മുന്നേറ്റം. മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒറ്റക്കക്ഷി. ജയിച്ച ആളുകളുടെ വോട്ടിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന്. ഏറ്റവും കൂടുതൽ ആളുകളെ നിർത്തി ജയിപ്പിച്ച പാർട്ടി ലീഗ്. കുറച്ച് ആൾക്കാരെ ലീഗിൻ്റെ തോറ്റിട്ടുള്ളൂ. അങ്ങനെ വേറൊരു പാർട്ടി ഇല്ല എന്ന് മറ്റുള്ള ചാനലൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ മധുഹ് പറയുമ്പോൾ കൈരളി ചാനലിൽ അപ്പോഴും പാചകറാണി അച്ചാറുണ്ടാക്കുകയാണ്. അവിടെ 3-ാം വാർഡ് പിടിച്ചടക്കി എന്ന് പറയുമ്പോൾ ഇവർ 3 ഉള്ളി എടുത്തിട്ട് വെട്ടി നുറുക്കുകയാണ്. അവിടെ ഇഞ്ചി നീരിൽ പിടിച്ചെടുക്കുകയാണ്. അവിടെ 5-ാം വാർഡ് തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ മഞ്ചേരി നഗരസഭയടക്കം എല്ലാ നഗരസഭയും UDF ഇളക്കി മറിച്ചു എന്ന് പറയുമ്പോൾ ഇവർ വലിയ ചട്ടകം എടുത്തിട്ട് ഇളക്കി മറിച്ചാണ്. പാചകറാണി അച്ചാറായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മര്യാദക്ക് ജയിച്ചാൽ ജയിച്ചു എന്ന് പറയണം, തോറ്റാ തോറ്റു എന്ന് പറയണം. ഞങ്ങൾ പറയലുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരാജയപ്പെട്ടപ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് അമൃത TVയുടെ മുമ്പിൽ ആദ്യം കണ്ടത്. അമൃത TVക്കാർ ചോദിച്ചു എന്തു പറയുന്നു? തോൽവി തന്നെ, ജനവിധി മാനിക്കുന്നു. എൻ്റെ ശിഹാബ് തങ്ങളോട് ചോദിക്കും, തങ്ങളെ എന്തു പറയുന്നു? ശിഹാബ് തങ്ങൾ പറയും, ജനവിധി മാനിക്കുന്നു, മാന്യമായ പ്രതിപക്ഷമായി തുടരും. എൻ്റെ CH ഉള്ള കാലത്ത് ചോദിക്കും, പ്രിയപ്പെട്ട CH എന്തു പറയാനുണ്ട്? പത്രക്കാരോട് CH പറയും, ഭരണപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു കുളിർക്കാറ്റാണ് എങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗർജിക്കുന്ന ഒരു കൊടുങ്കാറ്റാണ്. അതൊരു കിൻഡല, അതിലെല്ലാം ഉണ്ടാവും. അതാണ് ആൺകുട്ടികളെ വർത്താനം. ഉരുണ്ട് കളിക്കലില്ല. പിണറായി എത്ര ദിവസം ഉരുണ്ട് കളിച്ചു? ഉരുണ്ട് കളിച്ചിട്ട് എന്താ കാര്യം? സകല മനുഷ്യന്മാരെ കണ്ണീരില്ല നിങ്ങൾക്ക്. വീരേന്ദ്രകുമാർ കരഞ്ഞിറങ്ങിയിട്ടല്ല പടി ഇറങ്ങിപ്പോകുന്നത്. വെളിയം ഭാർഗവനെ ഇരുത്തിക്കൊണ്ടല്ല പിണറായി പറഞ്ഞത്, മിസ്റ്റർ വെളിയം ഞങ്ങളെ പാർട്ടി ഓഫീസായിപ്പോയി, അല്ലെങ്കിൽ കാട്ടം തെറിപ്പിക്കുന്നല്ല അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ മിസ്റ്റർ വെളിയം എന്നേക്കാൾ പ്രായം കൂടിപ്പോയി, എൻ്റെ വാപ്പാൻ്റെ പ്രായം ഉണ്ടായി, അല്ലെങ്കിൽ അടിച്ചു നേരം വെളിയം ഭാർഗവനോട് പറഞ്ഞതാണ്. പൊന്നാനി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വീരേന്ദ്രകുമാർ പോന്നു. പിന്നാര് പോന്നു?
വെളിയം ഭാർഗവൻ, വീരേന്ദ്രകുമാർ പോന്നു, PJ ജോസഫ് പോന്നു. ഇനി ആരാ അതിൻ്റെ അകത്തളത്തിലുള്ളത്? ഞങ്ങളെ കൂടത്തിൽ നിന്ന് ഒരു കൈപ്പപ്പരലാണ്ട് ചാടിയത് KT ജലീൽ. ഞങ്ങൾ അവിടുന്ന് കൊടുക്കുന്നത് ആദ്യം തന്നെ വലിയ കണ്ണൻ അബ്ദുള്ള കുട്ടി, വലിയ വാള മുള്ളുവാള ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, ശിവരാമൻ, ഇപ്പോൾ ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴി അലിയവരെ ഞങ്ങൾ പച്ചക്കൊടി പിടിച്ചും കണ്ടെത്തിച്ചിരിക്കുക. ഞാൻ